നമസ്കാരം. ദിവ്യദൃഷ്ടിയുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിൽ വൃദ്ധ ദമ്പതികളെ കബളിപ്പിച്ച് പണവും സ്വർണവും കവർന്ന പ്രതി പിടിയിൽ. വേളാങ്കണ്ണി മാതാവിന്റെ അവതാരമാണെന്ന് പറഞ്ഞ് വയോധിക ദമ്പതികളെ വിശ്വസിപ്പിച്ച ശേഷം പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്ന സ്ത്രീയാണ് ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിക്കൽ ആനേടി തെങ്ങമ സ്വദേശിനി തുളസിയാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കുടുങ്ങിയത്. കടമ്പനാട് ഒറ്റത്തെങ്ങിൽ പുത്തൻ വീട്ടിൽ ലീലാമ്മയും ഭർത്താവ് തങ്കച്ചനുമാണ് പറ്റിക്കപ്പെട്ടത്. ഭർത്താവിനും മക്കൾക്കും ചെറുമക്കൾക്കും അപകടം സംഭവിക്കാൻ പോകുന്നുവെന്നും മരണം സംഭവിക്കുമെന്ന് തുളസി ലീലാമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 9-നും 11-നും ഇടയിലായിരുന്നു സംഭവം. ലീലാമ്മയും ഭർത്താവ് തങ്കച്ചന് താമസിക്കുന്ന വീട്ടിലെത്തിയ സ്ത്രീ അവിടുത്തെ അവസ്ഥകളും പഴയ കാര്യങ്ങളും പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കുകയായിരുന്നു. ദമ്പതികൾക്ക് 3 മക്കളാണുള്ളത്. ഇവർ കുടുംബമായി വേറെയാണ് താമസിക്കുന്നത്. തങ്ങളുടെ കുടുംബത്തിൽ 3 മരണം സംഭവിക്കാൻ പോകുന്നുവെന്നും പ്രാർത്ഥനയും വഴിപാടുകളും നടത്തണമെന്നും പറഞ്ഞ് ഇരുവരെയും ഭയപ്പെടുത്തുകയായിരുന്നു. അപകടം ഒഴിവാകണമെങ്കിൽ 51 പേർക്ക് വേളാങ്കണ്ണിയിൽ പള്ളിയിൽ ഊണ് കൊടുക്കണമെന്നും പറഞ്ഞ് ആദ്യം 5000 രൂപ ആവശ്യപ്പെട്ടു. പൈസയില്ലാന്ന് ലീലാമ്മ അറിയിച്ചപ്പോൾ കൊന്ത ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് വീടിന്റെ സിറ്റൗട്ടിൽ നിന്നും ഹാളിലേക്ക് കയറിയിരുന്നു. അതിനുശേഷം പണം തൊട്ടപ്പുറത്തെ മുറിയിൽ അലമാരിയിലുണ്ടെന്ന് പറഞ്ഞു. ഇവരുടെ അത്ഭുത സിദ്ധിയിൽ വീണുപോയ വീട്ടമ്മ 5000 രൂപ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു. ഈ തുക കൊണ്ട് മാത്രം ആപത്ത് മാറില്ല എന്ന് പറഞ്ഞ തുളസി കൊന്തമാല ഉയർത്തി സ്വന്തം നെഞ്ചത്തടിക്കാനും വയോധികയെ നോക്കി പ്രാർത്ഥിക്കാനും തുടങ്ങി. തുടർന്ന് ലീലാമ്മയുടെ സ്വർണ്ണാഭരണം ആവശ്യപ്പെടുകയായിരുന്നു. ഭയന്നുപോയ ലീലാമ്മ കയ്യിലെ 1.25 പവൻ വരുന്ന സ്വർണ്ണവളയും 1/2 പവൻ വരുന്ന 3 മോതിരങ്ങളും 2 ഗ്രാം സ്വർണ്ണ നാണയം ഉൾപ്പെടെ 3 പവൻ സ്വർണ്ണാഭരണങ്ങൾ പ്രതിക്ക് കൈമാറുകയായിരുന്നു. പ്രാർത്ഥിച്ച ശേഷം തിങ്കളാഴ്ച തിരികെ നൽകാമെന്ന് പറഞ്ഞ് ഇവർ സ്ഥലം വിടുകയും ചെയ്തു. ഇവർ പോയി കഴിഞ്ഞാണ് പറ്റിക്കപ്പെട്ട വിവരം ലീലാമ്മ തിരിച്ചറിയുന്നത്. സ്ത്രീ വന്നു പോയതിനു ശേഷം ഐക്യത്തിലായെന്നും ബോധം വന്നപ്പോൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു ലീലാമ്മ പറഞ്ഞു. ഇവർ ഏനാത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിനെ തുടർന്ന് ഇൻസ്പെക്ടർ അനൂപിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും പ്രതിയെ വീട്ടിൽ നിന്നും മണിക്കൂറുകൾക്കകം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വൃദ്ധ ദമ്പതികൾക്ക് ആകെ 2,15,000 രൂപയുടെ നഷ്ടം സംഭവിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ലീലാമ്മയുടെ വീട്ടിൽ നിന്നും പോയ തുളസി അടുത്ത വീട്ടിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചു. ഇതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ഇവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഏനാത്ത് പോലീസ് തുളസിയെ തിരിച്ചറിയുകയായിരുന്നു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ പിന്നീട് പത്തനംതിട്ട വനിതാ സ്റ്റേഷനിലേക്ക് മാറ്റി. ഇവരുടെ കയ്യിൽ നിന്നും സ്വർണം കണ്ടെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. SI R ശ്രീകുമാർ, SCPOമാരായ കലേഷ്, സുനിൽ, CPO അനൂപ് എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. മതത്തിന്റെ പേരിൽ പറ്റിച്ചു ജീവിക്കുന്ന വിശ്വാസ തട്ടിപ്പുകാരുടെ ഒരു സമൂഹം തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. അവർ നമ്മെ അത്ഭുത സിദ്ധി കാണിച്ചും ഭയപ്പെടുത്തിയും ചതിക്കുഴിയിൽ അകപ്പെടുത്തുവാൻ നോക്കും. എന്നാൽ പറ്റിക്കപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഇവിടെ ഫോൺ നോക്കിയതിന് ഞാൻ വിളിച്ചു, ഫോൺ എടുക്കാത്തെ എന്താ? ഈ ഫോണൊന്നും മിണ്ടിയിട്ട് 2 ദിവസമായി. അപ്പൊ നീ ഇത് റിപ്പയർ ചെയ്യാൻ പോയില്ലേ? പോയി. ഇടയ്ക്ക് ഓണാവും, ഇടയ്ക്ക് ഓഫ് ആവും. അതിന്റെ ഇടയ്ക്ക് ലൈസി പോയി എന്നാ പറഞ്ഞത്. അങ്ങനെ ഒരു സാധനം ഇല്ലാന്ന് മനസ്സിലാക്കാൻ എനിക്ക് 2 ആഴ്ച എടുത്തു. നീയേ സിറ്റി മൊബൈൽസിലേക്ക് പൊക്കോ. അവിടെ ആവുമ്പോ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 10 വരെ മൺസൂൺ ഓഫർ ഉണ്ട്. ഒരു പുതിയ ഫോൺ അങ്ങോട്ട് വാങ്ങ്. ഓഫറോ? 40% ഓഫർ. കൂടാതെ ഓരോ പർച്ചേസിനും 2000 മുതൽ 10,000 വരെ സമ്മാനങ്ങളും. പത്തനംതിട്ടയിൽ ഫോണിനും ഗാഡ്ജറ്റിനും ഇത്രയും വിലക്കുറവ് മറ്റെവിടെ ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ഈ സിബിൽ സ്കോർ ഒന്നും ഉണ്ടാവില്ല. വേണ്ട, സിബിൽ സ്കോറിന്റെ ആവശ്യമൊന്നുമില്ല. മാത്രല്ല ഓൾ ഇന്ത്യ ഫിനാൻസ് സൗകര്യം, അതും 0 ഡൗൺ പേയ്മെന്റിൽ. എന്നാ ഒരു കൈ നോക്കാല്ലേ? 6,999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഫോണിനും 1 ഇയർ ഡാമേജ് പ്രൊട്ടക്ഷൻ വാറണ്ടി, അതും വെറും 499 രൂപയ്ക്ക്. ഇനി ഡിസ്പ്ലേ പൊട്ടിയാലും ടെൻഷൻ വേണ്ട, അതും അവര് റെഡിയാക്കി തരും. അല്ല, ഈ ഫോൺ വാങ്ങിയിട്ട് വെറും 5 കൊല്ലായിട്ടുള്ളൂ. ഇതൊന്ന് മാറ്റി വാങ്ങാൻ പറ്റുമോ? വേണ്ട, ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഫോൺ മാറ്റി വാങ്ങിക്കുകയും ചെയ്യാം. കഴിഞ്ഞ 15 വർഷമായി മൊബൈൽ ഫോൺ സർവീസ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് സിറ്റി മൊബൈൽസ്. കേരളത്തിൽ തന്നെ മികച്ച ടെക്നീഷ്യന്മാരുടെ സേവനം, കമ്പ്യൂട്ടറൈസ്ഡ് മൊബൈൽ ഫോൺ സർവീസ് എല്ലാം അവിടെ ഉണ്ട്. എന്നാ പോവാല്ലേ? പോ.